നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വൈറൽ വീഡിയോനെ കുറിച്ചാണ്. അതിനെ തുടർന്നുണ്ടായ കോൺട്രവേഴ്സി വളരെയധികം സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരിക്കുന്നു. ന്യൂസ് ചാനലെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സംഭവം നടന്നത് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിനാണ്. 2026 ജനുവരി 26 രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം. ഉത്തരാഖണ്ഡിലെ കൊട്ദ്വാര എന്ന ചെറിയൊരു പട്ടണം. അന്നേ ദിവസം നടന്ന ഒരു ചെറിയ സംഘർഷമാണ് പിന്നീട് രാജ്യവ്യാപകമായ ചർച്ചയായ ഒരു വൈറൽ വീഡിയോയിലേക്ക് നയിച്ചത്. ആ വീഡിയോയിൽ ഒരു മനുഷ്യൻ ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ഒരു വാചകമാണ് എല്ലാം മാറ്റിയത്. എൻ്റെ പേര് മുഹമ്മദ് ദീപക് ആണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ठीक है, आपका नाम क्या भैया? अपना नाम? मेरा नाम मोहम्मद दीपक है भाई। मोहम्मद दीपक है आपका नाम? ठीक है, ओके। ये बाबा की दुकान है? क्या बाबा? नहीं बाबा, यहाँ पे सिद्धबली एक ही बाबा है, वो है सिद्धबली बाबा। और जितने वो खुले हुए ये बाबा सिद्धबली स्वीट्स वगैरह क्या है? वो सब हिंदू की दुकान है। मुसलमान क्या हो गया? मुसलमान नहीं भैया, बात सुनो ना। बाबा क्या पहचान से कीजिए, क्या पहचान अपने पहचान से कीजिए आप। ये तुम्हारी पहचान है क्या? ये बाबा हमारी पहचान है। ये क्या पहचान है? हमारी पहचान है भाई, आपसे क्या उनकी दुकान? नहीं नहीं, एक बात सुनिए, बात हो चुकी है। पहले बात हो चुकी है, उनके पास पहले आए चेंज कर देंगे। क्या बात होगी? चेंज कर देंगे। हाँ बोला था इन्होंने, बोला था नाम चेंज करने के लिए। कल ये कोर्ट छोड़ने के लिए बोले कोई नहीं छोड़ सकता है। किसने कह दिया कोर्ट छोड़ने के लिए? मैं कोई नहीं एग्री नहीं कर रहा। मैं आराम से कर रहा हूँ भाई, बात सुन ले, आराम से कर रहा हूँ। आराम से बात कर रहे हैं। चेंज करेगा भाई? एक मिनट भाई, चेंज करेगा तू नाम? कहा था ऊपर नाम लिखने का, नाम लिखने ने कहा था कि सिर्फ अहमद लिख देना। तूने कब से लिख रखा नाम? मैं तो बाबा तो 30 साल पुरानी 30 साल पुरानी दुकान है ना। तो हम जब आपके पास आए थे पिछली बार, नहीं आपने है ना, आप मत करना, जो नाम है तुम्हारा वो नाम रखो। ഓക്കെ, സംഭവം തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കാം. കൊട്ദ്വാറിലെ ഒരു ചെറുകിട വസ്ത്രക്കടയെ ചുറ്റിപ്പറ്റിയാണ് ആദ്യത്തെ പ്രശ്നം. കടയുടെ പേര് ബാബ സ്കൂൾ ഗാർമെൻറ്റ്സ് എന്നായിരുന്നു. ഈ കട നടത്തുന്ന ഒരു മുസ്ലിം വ്യാപാരിയാണ്. ബാബ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മതപരമായി തെറ്റാണെന്ന ആരോപണവുമായി ചില പ്രാദേശിക സംഘടനാ പ്രവർത്തകർ കടയുടെ മുന്നിലെത്തി പ്രതിഷേധം ആരംഭിച്ചു. തർക്കം വാക്കേറ്റത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്ന അവസ്ഥയുണ്ടായി. ദീപക് കുമാർ, നമ്മുടെ വൈറൽ വീഡിയോ കണ്ട വ്യക്തി, ഇടപെട്ട നിമിഷം ഇതായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദീപക് കുമാർ എന്ന നാട്ടുകാരൻ അവിടെ എത്തുന്നത്. ജിം ട്രെയിനറായി ജോലി ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു സാധാരണ പൗരൻ. പ്രതിഷേധം ശക്തമാവുകയും വ്യാപാരിക്ക് ഭീഷണിയുള്ള സാഹചര്യം രൂപപ്പെടുകയും ചെയ്തപ്പോൾ ദീപക് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് ദീപക് ആണ്, എനിക്ക് മതമില്ല, ആദ്യം ഞാനൊരു മനുഷ്യനാണ്. ഈ വാക്കുകളാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇത് തന്നെയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതും. വീഡിയോ വൈറലായത് എന്തുകൊണ്ടെന്ന് നോക്കാം. പ്രധാനമായി ഈ വീഡിയോ വൈറലായത് ഒരൊറ്റ കാരണം മാത്രമല്ല, അത് സംഭവിച്ച സമയവും പശ്ചാത്തലവും വലിയ പങ്കുവഹിച്ചു. ഒന്നാമത്തെ കാരണം അത് റിപ്പബ്ലിക് ദിനമായിരുന്നു. രണ്ടാമത്തേത് മതപരമായ തിരിച്ചറിയൽ ചർച്ചകൾ ഒരുപാട് ശക്തമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. മറ്റൊന്ന്, ഒരു ഹിന്ദു ഭൂരിപക്ഷമുള്ള ജനക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ഈ ഒരു പ്രഖ്യാപനം അത് വളരെയധികം ജനശ്രദ്ധ നേടുകയുണ്ടായി രാജ്യമൊട്ടാകെ. ഈ ഘടകങ്ങൾ എല്ലാം ചേർന്നാണ് മുഹമ്മദ് ദീപക് എന്ന പേര് ഒരു പ്രതീകമായി മാറിയത്. പലർക്കും അത് മതസൗഹാർദ്ദത്തിൻ്റെ ധൈര്യമായ പ്രകടനമായി തോന്നി. ചിലർക്കും അത് പ്രചോദനപരമായ ഒരു വെല്ലുവിളിയുമായി. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും. വീഡിയോ പുറത്തു വന്നതോടെ ദേശീയ മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇത് ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തു. പിന്തുണയും വിമർശനവും ഒരേപോലെ ഉണ്ടായി. ചിലർ ദീപകിനെ ധൈര്യത്തിൻ്റെ പ്രതീകമെന്ന് വിശേഷിപ്പിച്ചു. ചിലർ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അനാവശ്യമാണെന്നും ആരോപിച്ചു. എന്നാൽ ഈ രണ്ട് അഭിപ്രായങ്ങൾക്കും അപ്പുറം ഒരു കാര്യം വ്യക്തമായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾ വലിയൊരു ദേശീയ സംവാദത്തിന് തുടക്കമിട്ടു. ദീപക് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സംഭവത്തിന് ശേഷം ദീപക് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ലളിതമായ കാര്യങ്ങളായിരുന്നു. അദ്ദേഹം ആരെയും പ്രകോപിപ്പിക്കാനോ മതവൈര്യം വളർത്താനോ ഉദ്ദേശിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ആ സമയത്ത് ഒരാൾ ഭീഷണിക്ക് വിധേയനാകുന്നത് ഞാൻ കണ്ടു, അത് തെറ്റാണെന്ന് തോന്നി. മതം ചോദിക്കാതെ മനുഷ്യനായി ഞാൻ പ്രതികരിച്ചു. ഈ ഒരു സംഭവം ഒരു മതവിഷയമായി മാത്രം കാണേണ്ടതല്ല, ഇതൊരു സാമൂഹിക നിമിഷമാണ്. ഒരാൾ ഭയപ്പെടുമ്പോൾ, ഒരു ജനക്കൂട്ടം അധികാരബോധത്തോടെ പെരുമാറുമ്പോൾ, മറ്റൊരാൾ ഇടപെടാൻ ധൈര്യം കാണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണമാണ് ഈ വീഡിയോ.
ഇത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുന്നതിന് മുമ്പ് ഈ വീഡിയോ ഉയർത്തുന്ന ചോദ്യം മനസ്സിലാക്കണം. ഒരു സമൂഹമായി നമ്മൾ ഭയത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനു പിന്നിൽ മൗനം പാലിക്കുന്നുണ്ടോ? അവസാനമായി, മുഹമ്മദ് ദീപക് എന്ന പേര് ഒരു വ്യക്തിയുടെ മാത്രം പേരല്ല, അതൊരു സന്ദേശമാണ്. മതത്തിനപ്പുറം, അടയാളങ്ങൾക്കപ്പുറം മനുഷ്യനെ കാണേണ്ട സമയങ്ങളിൽ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ഒരു രാജ്യത്തെ ചിന്തിപ്പിച്ചതാണ് ഈ സംഭവത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തത് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെന്നാൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.